നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചൊല്ലുന്ന ദിക്റാണ് എന്ത്? സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബി. പിന്നെ നമ്മൾ സുജൂദിലും റുക്കൂഇലും പറയണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല. എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, അളീമായ ഏറ്റവും മഹത്വമുള്ളവനായ റബ്ബ്. എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, അല അല ഏറ്റവും മുകളിലുള്ളവനായ റബ്ബ്. അതാണ് അതിന്റെ അർത്ഥം. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബി അല അല. സുബ്ഹാന അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ് എന്ത്? സുബ്ഹാന റബ്ബി എന്ന് പറയുന്നത്. സുബ്ഹാന അല്ലാഹ് എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അവൻ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അവന്റെ ഉലൂഹിയത്തിൽ, അതായത് അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനൊരു ശരീക്ക്, ഒരു പങ്കാളി ഉണ്ടാവുക എന്നതിൽ നിന്ന് റബ്ബ് പരിശുദ്ധനാണ്. പിന്നെ അവന്റെ റുബൂബിയത്തിൽ, അഥവാ അവൻ റബ്ബാണ് എന്നതിൽ അവനൊരു പങ്കാളിയില്ല. ആകാശഭൂമികളെ നിയന്ത്രിക്കാൻ അവന് ഒരു സഹായിയില്ല, അതിന്റെ ആവശ്യം അവനില്ല. പിന്നെ അവന്റെ അസ്മാ സിഫാത്തിൽ, അവന്റെ പേരുകളിൽ, വിശേഷണങ്ങളിൽ അവനെ പോലെ ഒരാൾ ഉണ്ടാവുക, അതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. അവനെ പേരൊറ്റ, അവന്റെ വിശേഷണം പോലെ വിശേഷണമുള്ള മറ്റാരുമില്ല. അതുപോലെ അവന്റെ വിശേഷണങ്ങളിൽ ഒരു ന്യൂനതയോ കുറവോ ഇല്ല, അതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അള്ളാഹുവിന് ഇലാഹ് എന്ന നിലക്ക് അവന് പങ്കാളിയില്ല, റബ്ബ് എന്ന നിലക്ക് അവന് പങ്കാളിയില്ല. അവന്റെ പേരുകളിൽ, വിശേഷണങ്ങളിൽ അവനെ പോലെ ആരുമില്ല, അവന്റെ പേരുകളിൽ, വിശേഷണങ്ങളിൽ ഒരു ന്യൂനതയില്ല. 4, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ, അവന്റെ കൽപ്പനകളിൽ, ഈ പ്രപഞ്ചത്തിൽ അവൻ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ, അവന്റെ വിധിയിൽ ഒരനീതിയില്ല, അതിൽ നിന്നവൻ പരിശുദ്ധനാണ്. അതിൽ നിന്നവൻ പരിശുദ്ധ. ഒരിക്കലും എന്ത് വിചാരിക്കരുത്, അള്ളാഹു വിധിച്ച ഏതെങ്കിലും ഒരു വിധി നമുക്കത് എത്ര പ്രയാസമായി തോന്നിയാലും, ആ വിധി കൊണ്ടുണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് എത്ര പ്രയാസം ഉണ്ടായാലും, അല്ലേ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കളാണവർ, അവർ പട്ടിണി കിടന്ന് എല്ലും തോലുമായി മരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അങ്ങേയറ്റം പ്രയാസപ്പെടും, നമുക്ക് പ്രയാസമുണ്ടാകണം. പക്ഷെ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്തിട്ടില്ല? അനീതി ചെയ്തിട്ടില്ല. അവന്റെ ഏത് പ്രവർത്തനത്തിനും പിന്നിൽ അവന്റെ ഹൈക്മത്തുണ്ട്, അവന്റെ യുക്തിയുണ്ട്. ഏറ്റവും ചുരുങ്ങി നിങ്ങൾ മനസ്സിലാക്കിയത്, ദുനിയാവിൽ അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ ദുനിയാവ് നൽകുമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അവനെ ഇഷ്ടപ്പെടുന്നവർക്കേ അവൻ ദുനിയാവ് നൽകൂ എന്നവൻ പറഞ്ഞിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ദുനിയാവ് നൽകും അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും. എന്നാൽ ഈമാൻ അള്ളാഹു നൽകുകയില്ല അവൻ ഇഷ്ടപ്പെടാത്തവർക്ക്. ഈമാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കേ നൽകുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്.